أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു അവന്റെ സച്ചരിതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധന ഇസ്ലാമികവും വ്യാവസായികവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാനുള്ളത്. ഇസ്ലാമിക സമൂഹത്തിന്റെ സവിശേഷത പ്രമാണബദ്ധമായി കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും പാരത്രിക ലോകത്തിലെ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് ഭൗതിക ലോകത്തെ ഓരോ പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കുകയും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കണിശമായ ചില നിലപാടുകളും തീരുമാനങ്ങളും സ്വജീവിതത്തിൽ പാലിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ. ആ നിലപാടുകളിൽ മാറ്റം വരുന്നതോടുകൂടി
ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവർ പുറത്തു പോവുകയും അള്ളാഹുവിന്റെ മുന്നിൽ ഇരട്ടി ശിക്ഷയ്ക്ക് വിധേയരായി തീരുകയും ചെയ്യും. ഒരു മുഅ്മിനായ മനുഷ്യൻ അവനിൽ നിന്ന് സംഭവിക്കുന്ന തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകൾ, അവരെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുമ്പോൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, അള്ളാഹുവിന് പുറമെ മറ്റൊരാളോടും അവർ പ്രാർത്ഥിക്കുകയില്ല, അവർ അന്യായമായി ഒരാളെയും വധിക്കുകയില്ല, അവർ വ്യഭിചരിക്കുകയില്ല. وَمَن يَفْعَلْ ذَلِكَ يَلْقَ أَثَامًا يُضَاعَفْ لَهُ الْعَذَابُ يَوْمَ الْقِيَامَةِ وَيَخْلُدْ فِيهِ مُهَانًا. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇനി ആരെങ്കിലും ഈ അനീതികൾ അവരിൽ നിന്ന് പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവർ പാപത്തെ കണ്ടെത്തുകയും അള്ളാഹുവിന്റെ മുന്നിൽ ഇരട്ടി ശിക്ഷയ്ക്ക് അവർ വിധേയരായി തീരുകയും ചെയ്യും എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ കൃത്യമായ ചില നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അവന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാനും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കുവാനും നിർബന്ധമായും ആ ആദർശങ്ങളെ അവൻ കാത്തുസൂക്ഷിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, അത് പരിപൂർണമായും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനിൽ മാത്രം തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്തുകൊണ്ട് ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ തൗഹീദിനെ അന്തശ്വാസം വരെ അവൻ കാത്തുസൂക്ഷിക്കുന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരിക്കുന്ന സമയം വരെ, അന്ത്യശ്വാസം വരെ നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഒരിക്കലും ശിർക്ക് നിന്നിൽ നിന്ന് സംഭവിച്ചു പോകരുത്. ശിർക്ക് നിന്റെ ജീവിതത്തിൽ വന്നു പോകരുത്. ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അടിസ്ഥാനപരമായ തത്വം വിശുദ്ധ ഖുർആൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകളെയും അറിയിച്ചു. പ്രവാചകന്മാരായ നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പാഴായി പോകും, നിങ്ങളുടെ ആരാധനകൾ നിഷ്ഫലമായി പോകും, മാത്രമല്ല പരലോകത്ത് നിങ്ങൾ പരാജിതരായി മാറും. ശിർക്ക് ചെയ്യുന്നവന്റെ പ്രവർത്തനം അല്ലാഹുവിന് ആവശ്യമില്ല. ശിർക്ക് ചെയ്യുന്നവന്റെ ആരാധന അല്ലാഹുവിന് ആവശ്യമില്ല. ശിരിക്കായ മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളിയാക്കി തകർത്തു കളയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുഅ്മിനായ ഒരു മനുഷ്യൻ പ്രവർത്തിക്കും. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആ പ്രവർത്തനം കൊണ്ടവൻ ആഗ്രഹിക്കും. അള്ളാഹുവിന്റെ പ്രീതി മാത്രം അവൻ പ്രതീക്ഷിക്കും. അതോടൊപ്പം തന്നെ അവന്റെ ജീവിതത്തിൽ അവന്റെ ആരാധനകൾ ശരിയായി തീരുവാൻ, അമലുകൾ നന്നായി തീരുവാൻ, അവന്റെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കുവാൻ അവന്റെ ജീവിതത്തിൽ അവൻ പാലിച്ചു പോകുന്ന ഒന്നാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മതം പഠിപ്പിക്കാൻ വന്നത്. അതുകൊണ്ട് ആരാധനകൾ പ്രവാചകനാണ് വിശദീകരിച്ചു തരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആരാധനകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ പഠിപ്പിച്ച ക്രമത്തിൽ ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുക എന്ന ബോധം അവനിലുണ്ടാവും.
ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് ഏതൊരു മനുഷ്യൻ എപ്പോൾ തെറ്റിപ്പോകുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഐഹിക ലോക ജീവിതം പരാജയത്തിലായി മാറും, അവന്റെ പാരത്രിക ലോക ജീവിതവും പരാജയത്തിലായി മാറും. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ ഈ അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഇസ്ലാം അനുശാസിക്കുകയാണ്, ഇസ്ലാം കൽപ്പിക്കുകയാണ്. തൗഹീദും അതുപോലെ തന്നെ ഇത്തിബാഉം ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ കൈയൊഴിച്ചുകൂടാ എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്. ഇതിൽ മുഅ്മിനായ മനുഷ്യന് കണിശത വേണം, കൃത്യമായ ബോധമുണ്ടാകണം. ഈ നിലയിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക വഴി ഒരു മനുഷ്യൻ വിജയിക്കുമെന്നും ഈ നിലപാടുകളിൽ എപ്പോൾ മാറ്റം വന്നു പോകുന്നുവോ അപ്പോൾ ഒരു മനുഷ്യൻ പരാജയപ്പെടുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഒരു അമൽ ആരാധനയാകണം, ഒരു പ്രവർത്തനം അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ആരാധനയാകണമെങ്കിൽ ഈ നിലപാടുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മനുഷ്യ ജീവിത വിജയത്തിന് ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രംഗത്ത് കച്ചവട താല്പര്യത്തോടുകൂടി കടന്നു വരുന്ന ആളുകളുണ്ട്, കച്ചവട താല്പര്യത്തോടുകൂടി കടന്നു വരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ കാര്യങ്ങളെ എങ്ങനെ കച്ചവടവൽക്കരിക്കാം എന്ന ചിന്തയോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത മാർഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ മതമായി കൊണ്ടുവരികയും ചെയ്യും, അവരുടെ കച്ചവട താല്പര്യത്തിനു വേണ്ടി. ഒരുപക്ഷേ ഇബാദത്തുകളെ സംബന്ധിച്ചായിരിക്കും അവർ പറയുക, ആരാധനയെ സംബന്ധിച്ചായിരിക്കും അവർ വിശദീകരിക്കുക, അതുപോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചുമായിരിക്കും അവരുടെ ചർച്ച. പക്ഷേ ഒരിക്കലും ആ ആരാധനകൾക്ക് ചൈതന്യമുണ്ടാവുകയില്ല, ആ ആരാധനകൾ പ്രവാചകൻ പഠിപ്പിച്ചതായി ആവുകയില്ല, ആ ആരാധനകൾ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിലോ മാർഗത്തിലോ ആവുകയില്ല. അങ്ങനെ വരുമ്പോൾ ഭൗതിക ലോകത്ത് അവരുടെ കച്ചവടം പൊടിപൊടിക്കുമെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഹിക ലോക ജീവിതം പരാജയത്തിലായിത്തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് കാണാം. നബി ഒരിക്കൽ പറഞ്ഞു, ഇന്നി ഫറതുകും അലൽ ഹൗദ് മൻ മറ അലയ്യ ശരിബ. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വളരെ നേരത്തെ ഉണ്ടാകും. ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ഞാൻ കഴിച്ചുകൂട്ടുമ്പോൾ മൻ മറ അലയ്യ ശരിബ, എന്റെ അടുക്കലേക്ക് ആരാണോ കടന്നു വരുന്നത് അവന് ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതാണ്. വമൻ ശരിബ ലം യൽമ അബദാ, ആരെങ്കിലും ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നെ ഒരിക്കലും അവന് ദാഹിക്കുകയില്ല, അവന് ദാഹം ബാധിക്കുകയില്ല. ആ നിലയിൽ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുമ്പോൾ ലയരിദന്ന അലയ്യ അഖ്വാമുൻ, ഒരു സംഘം ആളുകളെ എന്റെ മുന്നിൽ കാണിച്ചു തരും, അവരെന്റെ മുന്നിൽ ഹാജരാകും. അഅരിഫുഹും വയഅരിഫൂനി, അവരെന്നെ അറിയും, എന്നെ അവർ തിരിച്ചറിയും, ഞാൻ അവരെയും തിരിച്ചറിയും. അങ്ങനെ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ സുമ്മ യുഹാലു ബൈനി വബൈനഹും, എനിക്കും അവർക്കുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയിട്ടു കളയും. ആ സന്ദർഭത്തിൽ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കും, ഫഖൂലു ഇന്നഹും മിന്നീ, അല്ലാഹുവേ അവരെന്റെ ആളുകളാണല്ലോ, എന്നിൽപ്പെട്ടവരാണല്ലോ, എന്റെ ഉമ്മത്താണല്ലോ, എനിക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ എന്ന് റബ്ബിനോട് ആ ഘട്ടത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ ഫയുഖാൽ, ആ സമയത്ത് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്. ഓ നബിയെ, താങ്കളുടെ കാലശേഷം, താങ്കൾ ഐഹിക ലോകത്തുനിന്ന് യാത്രയായതിനു ശേഷം ഏതെല്ലാം പുതിയ കാര്യങ്ങളാണ് അവർ മതമായി കടത്തിക്കൊണ്ടുവന്നത് എന്ന വിവരം നബിയെ താങ്കൾക്കറിഞ്ഞുകൂടാ. അവർ ദീനിൽ പുതിയത് കടത്തിക്കൊണ്ടുവന്നവരാണ്, താങ്കൾ പഠിപ്പിക്കാത്തത് ദീനായി ആചരിച്ചവരാണ്. ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഈ രൂപത്തിലുള്ള മറുപടി കിട്ടുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാചകം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി അറിയിച്ചു തന്നു. റസൂലുള്ള പറഞ്ഞു, ഫഅഖൂലു, ആ ഘട്ടത്തിൽ ഞാൻ പറയും, സുഹുക്കൻ സുഹുക്കൻ ലിമൻ ഗയ്യറ ബഅദീ,
സുഹുക്കൻ സുഹുക്ക, വിദൂരം വിദൂരം, ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലഘട്ടത്തിനു ശേഷം ഞാൻ പഠിപ്പിച്ച ആദർശത്തെ മാറ്റിമറിച്ചവന് വിദൂരം വിദൂരം അകന്നു പോകൂ. സുഹുക്കൻ സുഹുക്കൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലഘട്ടത്തിനു ശേഷം ഞാൻ പഠിപ്പിച്ചതിനെ മാറ്റിമറിച്ചവനെ വിദൂരം വിദൂരം നിനക്കകന്നു പോകാം. ഇവിടെ നിനക്ക് വെള്ളമില്ല. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനകൾ പഠിപ്പിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ പഠിപ്പിച്ചു പോയി. ആ ഇബാദത്തുകൾ അനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ്. ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയാത്ത സ്വർഗം അല്ലാഹു അവന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മനസ്സിനും സങ്കല്പിക്കാൻ കഴിയാത്ത സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കാതും കേട്ടിട്ടില്ലാത്ത സൗഭാഗ്യം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇബാദത്തുകൾ ഒരു മനുഷ്യൻ ചെയ്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രതിഫലമായി നൽകുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആരാധനകളെ മാറ്റിമറിച്ചൊരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് ഹൗദിൽ നിന്നുള്ള വെള്ളം നിഷേധിക്കുകയാണ്. ഹൗദിൽ നിന്ന് വെള്ളം അവന് കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നരകം, ആ നരകം അവന്റെ വാസകേന്ദ്രമായി മാറും. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ ആരാധനകളെ വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ ഇബാദത്ത് നബി പറഞ്ഞതാണോ, പഠിപ്പിച്ചതാണോ, അതോ കച്ചവടാടിസ്ഥാനത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? എന്റെ ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതാണോ, അതല്ല പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും കടത്തിക്കൊണ്ടുവന്നതാണോ എന്നതിനെ സംബന്ധിച്ച് നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു നമസ്കാരമാകട്ടെ, ഒരു നോമ്പാകട്ടെ, അതുപോലെ ഒരു മനുഷ്യനെ അനുഷ്ഠിക്കുന്ന ഏതേത് നന്മകളാകട്ടെ, ആ നന്മകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെയല്ലെങ്കിൽ, പഠിപ്പിച്ചതുപോലെയല്ലെങ്കിൽ, ആ ഇബാദത്തുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും, എത്ര നല്ലതായി അനുഭവപ്പെട്ടാലും, എത്ര നല്ലതായി ഒരാൾക്ക് തോന്നിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു ആരാധനയും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്നതിന് തെളിവ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ സലാസത്തു റഹ്തിൻ ഇലാ ബുയൂതി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൂന്നാളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകളിലേക്ക് വരികയാണ്. എന്തിനാണ് അവർ വന്നത്? യസ്അലൂന അൻ ഇബാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇബാദത്തുകളെ സംബന്ധിച്ച് ചോദിക്കാൻ വന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആരാധനകളെ സംബന്ധിച്ച് ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. അഥവാ പ്രവാചകൻ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയാൽ രാത്രികാലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ എന്തെല്ലാം ഇബാദത്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുകളിൽ വന്ന ഈ ആളുകൾ റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫലമ്മാ ഉഖ്ബിറൂ, ആ ഘട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു അവർക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ. നബി ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യുകയെന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ കഅന്നഹും തഖാല്ലൂഹാ, ഈ വന്ന ആളുകൾക്ക് അത് കുറവായി തോന്നിയെന്നാണ്. അവര് പ്രതീക്ഷിച്ച അത്രയുമായില്ല. കഅന്നഹും തഖാല്ലൂഹ, അവർക്ക് തോന്നുകയാണ് ഇത് വളരെ കുറച്ചാണല്ലോ, ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ഇല്ലല്ലോ. പക്ഷേ അവർ സ്വയം ആത്മഗതം ചെയ്തു. വഅൈന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, നമ്മൾ എവിടെ കിടക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ എവിടെ കിടക്കുന്നു? അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയി തന്നെ മഗ്ഫിറത്ത് നൽകപ്പെട്ട വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെറ്റും ചെയ്യുകയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തന്നെ അഡ്വാൻസ് ആയി തന്നെ റസൂലുള്ളയോട് പറഞ്ഞത് വന്നതും വരാനുള്ളതുമായ സർവമാന പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്നാണ്. അങ്ങനെയുള്ള പ്രവാചകനാകുമ്പോൾ അത്രയുമൊക്കെ മതിയാകും റസൂലുള്ളക്ക് എന്നവർ ആത്മഗതം ചെയ്തിട്ട് ഖാല അഹദുഹും, ആ മൂന്നാളിൽ ഒരാൾ പറഞ്ഞു, അമ്മാ അന ഫഇന്നി ഉസല്ലിൽ ലൈല അബദാ, ഞാനിനി രാത്രിയിൽ ഉറങ്ങുന്ന പ്രശ്നം ഇല്ല, ഞാനിനി നമസ്കാരത്തിലാണ്, എന്റെ രാത്രികൾ ഇനി നമസ്കാരത്തിലാണ്, ഉറങ്ങുകയില്ല, ഉറങ്ങാതെ ഞാൻ നമസ്കരിക്കും. വഖാല ആഖർ, രണ്ടാമത്തെ ആൾ പറഞ്ഞു, അന അസൂമുദ്ദഹ്റ വലാ ഉഫ്തിർ, ഞാനിനി നോമ്പിൽ തന്നെയാണ്, നോമ്പ് മുറിക്കുന്ന പ്രശ്നമില്ല, നോമ്പില്ലാത്തൊരു ദിവസം ഉണ്ടാവുകയില്ല,
വഖാല ആഖർ, അപ്പോൾ മൂന്നാമൻ പറയുകയാണ് അന അഅ്തസിലു നിസാഅ, ഇനി ഞാൻ പെണ്ണ് കെട്ടുന്ന പ്രശ്നമില്ല, ഇനി ഞാൻ വിവാഹം കഴിക്കുകയില്ല. കാരണം സദാസമയവും ഈ ദീനിന്റെ മാർഗത്തിൽ ഇബാദത്തിൽ കഴിച്ചുകൂട്ടാമല്ലോ. കുടുംബമായാൽ മക്കളായാൽ ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഫലാ അതസവ്വജു അബദാ, ഞാനിനി വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനെ തീരുമാനമെടുത്തവര് മടങ്ങിപ്പോയി. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭക്തിമാര് പറഞ്ഞു കൊടുക്കുന്നു, നബിയെ ഇങ്ങനെ മൂന്നാളുകൾ ഇവിടെ വന്നു, ഇപ്രകാരം തീരുമാനമെടുത്തവര് മടങ്ങിപ്പോയി. ഇങ്ങനെയെല്ലാം പറഞ്ഞവര് മടങ്ങിപ്പോയി. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അവരെ വിളിപ്പിക്കുകയാണ്. ആ മൂന്നാളുകളെയും വിളിപ്പിച്ചിട്ട് അവരോട് ചോദിക്കുന്നു, അന്തുമുല്ലദീന കുൽത്തും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ? നിങ്ങളാണോ ഇപ്രകാരം തീരുമാനമെടുത്ത ആളുകൾ? അവര് പറഞ്ഞു, നബി അതെ ഞാനാണ്. രാത്രി മുഴുവൻ നമസ്കരിക്കാൻ തീരുമാനിച്ച ആള്. മറ്റേയാൾ പറഞ്ഞു, ഞാനാണ്. എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ തീരുമാനിച്ച ആള്. മൂന്നാമത്തെ ആള് പറഞ്ഞു, നബിയെ ഞാനാണ്. കുടുംബജീവിതം നയിക്കാതെ സദാസമയവും ഇബാദത്തിലാകാൻ തീരുമാനിച്ച ആള്. മൂന്ന് പേരും അഭിമാനത്തോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവരുടെ തീരുമാനങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞ വാചകം, അമാ അമാ വല്ലാഹ് ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു. അമാ വല്ലാഹ്, അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ തന്നെ സത്യം, ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ പേടിക്കുന്ന ആള് ഞാനാണ്, നിങ്ങളെക്കാൾ തഖ്വയുള്ള ആള് ഞാനാണ്, നിങ്ങളെക്കാൾ ഖുശൂഉള്ള ആള് ഞാനാണ്. പക്ഷേ ലാകിന്നി അസൂമു വ ഉഫ്തിറു, ഞാൻ സുന്നത്ത് നോമ്പുകൾ പല ദിവസങ്ങളിലും നോക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പ് നോക്കാതെ കഴിച്ചുകൂട്ടാറുമുണ്ട്. അതുപോലെ അർക്കുതു, രാത്രിയിൽ കാലിൽ നീരുകെട്ടുന്നത് വരെ നിന്ന് നമസ്കരിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ ഉറങ്ങാറുമുണ്ട്. എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് മക്കളുണ്ട്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീ, എന്റെ ഈ സുന്നത്ത് പോരാ, എന്റെ ഈ ചര്യ പോരാ, എന്റെ ഇബാദത്ത് പോരാ, എന്റെ നടപടിക്രമം പോരാ എന്നാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഫലൈസ മിന്നീ, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്നിൽപ്പെട്ടവനല്ല. ആരോടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും ശക്തമായി സംസാരിക്കുന്നത്? ഇനി എല്ലാ രാത്രിയിലും ഞാൻ മദ്യപിക്കുമെന്ന് പറഞ്ഞ ആളോടല്ല, എല്ലാ രാത്രിയിലും ഞാൻ വ്യഭിചരിക്കുമെന്ന് പറഞ്ഞ ആളോടല്ല, അതുപോലെ ഇനി ഞാൻ തോന്നിവാസത്തിലാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആളോടല്ല പറയുന്നത്. നേരെ മറിച്ച് രാത്രി മുഴുവൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞവനോട്, അതുപോലെ തന്നെ ഒഴിവാക്കാതെ എല്ലാ ദിവസവും നോമ്പ് നോക്കുമെന്ന് പറഞ്ഞ വ്യക്തിയോട്, അതുപോലെ കുടുംബജീവിതം ഉപേക്ഷിച്ച് സർവ്വസമയവും ഞാൻ ഇബാദത്തിലായി തീരുമെന്ന് പറഞ്ഞയാളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീ. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? സ്വർഗത്തിന് വേണ്ടിയാണോ നിങ്ങൾ അധ്വാനിക്കുന്നത്? എങ്കിൽ എന്റെ മാർഗം പിന്തുടരുകയല്ലാതെ, എന്റെ മാർഗം സ്വീകരിക്കുകയല്ലാതെ പുതിയൊരു മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ, പുതിയൊരു നടപടിക്രമം നിങ്ങൾ സ്വീകരിച്ചാൽ, ഞാൻ പഠിപ്പിച്ച അളവിലും തോതിലും ഈ ഇബാദത്തുകളെ നിങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ, നിങ്ങൾ ഞാൻ പഠിപ്പിച്ച വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നവരായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇബാദത്ത് സ്വീകരിക്കേണ്ടതിന്റെ മാനദണ്ഡമെന്ത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹാബത്ത് അത് മനസ്സിലാക്കുകയാണ്, സഹാബത്ത് അത് ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനില്ലാത്ത ഒരു കാര്യം മതമായി ആരെങ്കിലും പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നത് അവർ കണ്ടാൽ അവർ പ്രതികരിക്കുകയാണ്, അവർ ശക്തമായി സംസാരിക്കുകയാണ്. എത്രത്തോളം എന്നറിയുമോ? മഹാനായ അബൂ മൂസൽ അശ്അരി റഹിമഹുല്ലാഹ്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് വരുമ്പോ പള്ളിക്കുള്ളിൽ കുറച്ചാളുകൾ തമ്പടിച്ചിരിക്കുന്നു. യന്തളിറൂന സ്വലാത്ത്, അവർ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമസ്കാരം കാത്തിരിക്കുന്ന അവർ പ്രത്യേകം പ്രത്യേകം ഹൽക്കകളായി മാറി, ഓരോരോ വട്ടങ്ങളായി മാറി. അങ്ങനെ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം വട്ടമിട്ടിരുന്നിട്ട് ഓരോ ഹൽക്കകൾക്കും ഒരു നേതാവിനെ നിശ്ചയിക്കുന്നു. ആ നേതാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലിലൂനി ആ,
100 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. ആ സന്ദർഭത്തിൽ ഫയുഹല്ലിലൂന മിആ, അവർ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അവരുടെ കയ്യിലുള്ള ചരൽക്കല്ലുകൾ നീക്കിക്കൊണ്ടവരെണ്ണം പിടിക്കുന്നു. 100 തികഞ്ഞാൽ ആ നേതാവ് പറയുന്നു സബ്ബിഹൂ മിആ, 100 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയൂ. ഉടൻ തന്നെ ആളുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. ചരൽക്കല്ലുകൾ കൊണ്ടവരെണ്ണം പിടിക്കുന്നു. 100 പൂർത്തിയായി കഴിഞ്ഞാൽ പറയുന്നു ഹമ്മിദൂ മിആ. അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഘത്തെ ആദ്യമായി പള്ളിയിൽ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹം ഇതാ നേരെ ഓടുകയാണ്. എങ്ങോട്ടാണ്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിൽ പ്രഗത്ഭരായ 4 അബ്ദുള്ളമാരിൽ ഒരു അബ്ദുള്ളയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ് റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിലകൻ, ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ കുറച്ചാളുകളെ കണ്ടു. എങ്ങനെയുള്ള ആളുകൾ? അവരിതാ വട്ടമിട്ടിരിക്കുകയാണ്. യന്തളിറൂന സലാ, നമസ്കാരം കാത്തിരിക്കുന്ന ആളുകളാണ്. ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ, ഈ ഓരോ വട്ടത്തിലും ഒരാളുണ്ട്. വഫീ ഐദീഹിം ഹസൻ, അവരുടെ കയ്യിൽ കല്ലുകളുമുണ്ട്. ഫയഖൂൽ, ആ നേതാവ് പറയുന്നു കബ്ബിറൂ മിആ, 100 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയൂ എന്ന്. അപ്പോൾ ഫയുകബ്ബിറൂന മിആ, അവർ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നു. ഫയഖൂലു ഹല്ലിലൂ മിആ, അതേ തഹ്ലീൽ 100 പ്രാവശ്യം ചൊല്ലു എന്ന് പറയുമ്പോൾ ഫയുഹല്ലിലൂന മിആ, അവരിതാ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുന്നു. സബ്ബിഹൂ മിആ എന്ന് പറയുമ്പോൾ 100 പ്രാവശ്യം ഇതാ തസ്ബീഹ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സംഘത്തെ പള്ളിയിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ആ സഹാബിയോട് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ് ഫമാദാ ഖുൽത ലഹും, അത് കണ്ടിട്ട് നീ അവരോട് എന്താ പറഞ്ഞത്? ഇത് കണ്ടിട്ട് നീ എന്താ അവരോട് പറഞ്ഞത്? ആ സന്ദർഭത്തിൽ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ് മാ ഖുൽതു ലഹും ശൈഅൻ ഇന്ദിലാറ റഈക അവിന്ദിലാറ അംരിക, ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. എന്നെക്കാൾ വിവരമുള്ള ആളാണ് താങ്കൾ, അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നറിയാൻ വേണ്ടി ഓടി വന്നതാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതറിയാൻ വേണ്ടി ഓടി വന്നതാണ്. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അഫലാ അമർതഹും അയ്യഉദ്ദു സയ്യിആതിഹിം വലം ലഹും അല്ലാ യളിയ മിൻ ഹസനാതിഹിം, അല്ല അബൂ മൂസ, താങ്കൾക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾ നിങ്ങളുടെ തിന്മകളെ എണ്ണിക്കണക്കാക്കൂ, നിങ്ങളുടെ നന്മകൾ അല്ലാഹു പാഴാക്കുകയില്ല എന്ന് അവരോട് താങ്കൾ പറഞ്ഞുകൂടായിരുന്നു അബൂ മൂസ? ഇത് അബൂ മൂസൽ അശ്അരിയോട് ചോദിച്ചിട്ട് അദ്ദേഹം നേരെ ഇറങ്ങി. സുമ്മമല്ല, അദ്ദേഹം നേരെ ഇറങ്ങി നടന്നു. വമളൈനാ മഅഹു, ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം പോയി. ഹത്താ അതാ ഹൽഖതൻ മിൻ തിൽക്കൽ ഹിലഖ്, നേരെ പോയി ആ ഹൽക്കക്കാരടുക്കൽ ചെന്നു. പള്ളിയിൽ വട്ടമിട്ടിരുന്ന് പുതിയൊരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഈ ആളുകളുടെ അടുക്കലേക്ക് മഹാനായ അബൂ മൂസൽ അശ്അരി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുപോലെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നേരെ ചെന്നിട്ട് ഇതാ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് മാ ഹാദല്ലദീ അറാക്കും തസ്നഊൻ, മാ ഹാദല്ലദീ അറാക്കും തസ്നഊൻ, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? ചോദിച്ചാണ് നിസ്സാരക്കാരനല്ല, റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ പ്രഗത്ഭനാണ്, സഹാബിയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. പവറുള്ള ആളുടെ ചോദ്യമാണ്, എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അവർ ഞെട്ടിത്തെറിച്ച് പറഞ്ഞു, മറുപടി പറഞ്ഞു യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ, ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവിടെ കല്ല് വെച്ച് എണ്ണം പിടിച്ചിട്ട് തക്ബീറും തസ്ബീഹും തഹ്ലീലും ഒക്കെ ചെയ്യാണ്. അങ്ങനെ നമസ്കാരം കാത്തിരിക്കുന്ന ഈ സമയം വേസ്റ്റാക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫഉദ്ദൂ സയ്യിആതികും ഫഅന ളാമിനുൻ അല്ലാ യളിയ മിൻ ഹസനാതികും ശൈഅ, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണി കണക്കാക്കട, നിന്റെ നന്മകൾ അല്ലാഹു പാഴാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, ഞാൻ നിങ്ങൾക്ക് ജാമ്യം തരാം, നിങ്ങളുടെ നന്മകൾ അല്ലാഹു പാഴാക്കുകയില്ല, അതുകൊണ്ട് ഓരോരുത്തരും അവരവന്റെ തിന്മകൾ എണ്ണി കണക്കാക്കിക്കോ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവരോട് ചോദിക്കണം വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? മാ അസ്റാ ഹലക്കതക്കും, എത്ര വേഗത്തിലാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്? ഹൗലാഇ സഹാബത്തു നബിയിക്കും മുതവാഫിറൂൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, സഖാക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, സഹാബത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. വഹാദിഹി സിയാബുഹു ലം തബുല, അല്ലാഹുവിന്റെ റസൂൽ ഉടുത്ത വസ്ത്രം അതിവിടെയുണ്ട്, അത് നുരുമ്പി പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പാത്രങ്ങൾ ഇവിടെയുണ്ട്, അത് ഉടഞ്ഞു പോയിട്ടില്ല. വല്ലദീ നഫ്സി ഫീ യദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ ഒരു മില്ലത്തിലുള്ളവരാണ്, ഏറ്റവും സുന്ദരമായ ഒരു മാർഗത്തിലുള്ളവരാണ്. ഔ മുഫ്തതിഹി ബാബി വലാല, ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് നിങ്ങൾ വഴികേടിന്റെ വാതിൽ തള്ളിത്തുറക്കുകയാണോ, വലാലത്തിന്റെ കവാടം തള്ളിത്തുറക്കുകയാണോ? ഇത്രയും ശക്തമായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചപ്പോ അവര് പറയാണ്, യാ അബൂ അബ്ദുറഹ്മാൻ, ഓ അബൂ അബ്ദുറഹ്മാൻ, മാ അറദിനാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ തെറ്റും ചെയ്തില്ലല്ലോ, ഞങ്ങൾ നന്മ മാത്രല്ലേ ഖൈറല്ലേ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ മോശമൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ആ സന്ദർഭത്തിൽ ആ സഹാബി പറഞ്ഞു കൊടുക്കുന്നു, എടോ എത്ര ആളുകളുണ്ട് അങ്ങനെ നല്ലതാന്ന് വിചാരിച്ച് ഓരോന്ന് ചെയ്യും, പക്ഷെ നന്മ മാത്രം അവർക്ക് കിട്ടുകയില്ല. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്, എത്രയെത്ര ആളുകളുണ്ട് അങ്ങനത്തെ. ഇത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടൊന്ന് നോക്കി, അവരെ നന്നായി ഒന്ന് നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് എന്റെ മനസ്സിലൊരു സംശയം, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുകയാണ്. എന്താ തോന്നിയത്? ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്കൊരിക്കൽ വിവരിച്ചു തന്നു, ഹദ്ദസന, ഞങ്ങൾക്ക് റസൂലുള്ള പറഞ്ഞു തന്നു, ഒരു സംഘം ആളുകൾ ഇവിടെ വരും, ഒരു സംഘം ആളുകൾ എന്റെ ഉമ്മത്തിൽ കടന്നു വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും, അവർ